നേരെ സുഹൃത്തുക്കളെ ഒരു അടിപൊളി വീഡിയോ കേട്ടോ. അടിപൊളി പറഞ്ഞാൽ ഞാൻ കുറേ ആലോചിച്ചിട്ട് കിട്ടിയൊരു സംഭവമാണ്. നിങ്ങളിപ്പോൾ എത്ര ആലോചിക്കണമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മളെ ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുകയായിരുന്നു. വെള്ളം മീൻസ് വാട്ടർ. ഇങ്ങനെ ഐസാകൂല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇതിലിങ്ങനെ വന്നിട്ട് ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ വെള്ളം ഒലിച്ച് ഈ ഫ്ലോറാകെ വെള്ളത്തിലായിരുന്നു നേരം വെളുക്കുമ്പോഴത്തേന്. അപ്പോൾ നമ്മൾ എന്ത് കാട്ടി, ഈ ഡോർമക്കൊന്നും നമ്മൾ ചിക്കൊക്കെ കിടക്കണ് ഒക്കെ നല്ല തണുപ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത്. മുട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഇപ്പോൾ നല്ല തണുപ്പാണ്. അന്ന് ഈ ഡോറിന്മേക്കൊന്നും തണുപ്പ് കയറില്ലായിരുന്നു കേട്ടോ. ഈ ഡോറിൻ്റെ ഇവിടേക്കൊന്നും തണുപ്പ് കയറില്ല. വേണമെങ്കിൽ ഇതിലെന്താ ഒന്നും എടുത്തിട്ട് കിട്ടുന്നില്ല. പാല്, ചിക്കന് ഇതൊക്കെ നല്ല ഐസായി കിടക്കുകയാണ്. നല്ല ഐസാവുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംഭവം എന്ന് വെച്ചാൽ ഈ റബ്ബർ ഇതാക്കണ്, ഈ റബ്ബറിൻ്റെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒട്ടൂലായിരുന്നു, ഇങ്ങനെ ഈ ഗ്യാപ്പ് അടയില്ലായിരുന്നു കേട്ടോ. അതിൽ പിന്നെ ഞാനിങ്ങനെ കുറേ ചിന്തിച്ച് കുറേ തന്ത്രങ്ങൾ പറ്റി എല്ലാം പരാജയപ്പെട്ട് കുറേ വില വർക്ക്ഷോപ്പിലൊക്കെ പോയി ഫ്രിഡ്ജ് നന്നാക്കണോടത്ത് പോയിട്ട് അവരോട് ചോദിച്ചപ്പോൾ പോലും പറയാം എൻ്റെ റബ്ബർ അതാണ് ഇതാണ്, ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, മെക്കാനിക്കുകൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജാണെങ്കിൽ ഒഴിവാക്കാനും തോന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രിഡ്ജാണ്. ചെറിയ ഫ്രിഡ്ജാണെങ്കിലും നല്ല ഫ്രിഡ്ജാണ്. അപ്പോൾ സംഭവം അധികം പഴക്കമൊന്നുമില്ല. അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായത് ഡോറ് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നിന്നുള്ളായിരുന്നു, അടയിലായിരുന്നു, ശരിക്കും ഇങ്ങനെ അടയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു സംഭവം ഇവിടെ ചെയ്തു കേട്ടോ. ഈ ഉക്ക് ഇതാക്കണേ, ഇവിടെ ഈ ഉക്കാണ് കൊടുത്തു. ജനലിൻ്റെ കൊത്തിയില്ലേ, നമ്മളെ ജനലിന് വെക്കുന്ന ആ കുളത്താണ്, അതാണ് കൊടുത്തിട്ടോ. അത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞേക്കിന്, ഒരാഴ്ച ഒന്നുമില്ല, 2-3 ദിവസം കഴിഞ്ഞേക്കിന് തന്നെ ഇപ്പോൾ ഇത് കൊത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നോർമലി അടഞ്ഞ് കിടക്കുകയാണ്. ശരിയായി. ഇതെന്തോ സംഭവം എന്തോ ബെൻഡായതോ എന്തോ ആയിരുന്നു. അപ്പോൾ അതങ്ങോട്ട് 4 ദിവസം കൊത്തിയിട്ടപ്പോൾ ശരിയായി. എപ്പോൾ രാത്രി മാത്രം കൊത്തിയിട്ടാൽ മതി, ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, ഇതിൻ്റെ ബോഡിക്ക് മാത്രമേ തുള വീകാൻ പാടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു തെർമോക്കോളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ആണ്. അതിമക്കൊന്നും തട്ടരുത്. നമ്മൾ ചെറിയ എനിക്ക് ഫാബ്രിക്കേഷൻ്റെ പണിയാണ്. അപ്പോൾ അറിയുന്നവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ തുളച്ചിട്ട് ചെയ്താൽ സംഗതി നിൽക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്ത തുളയരുത്, ചെറിയൊരു തുള. എന്നിട്ട് റിബിറ്റ് അടിച്ചിട്ടാണ് കേട്ടോ. സ്ക്രൂ ഒന്നും ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല, റിബിറ്റ് അടിക്കുക. അപ്പോൾ സംഗതി വിജയിക്കും. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അറിയണവരെ കൊണ്ട് ചെയ്യിക്കണം, ഡ്രില്ല് ചെയ്യാൻ അറിയുന്നവരെ കൊണ്ട്. ഉള്ളിലേക്ക് തുളയരുത്, ബോഡി മാത്രം. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ഒരു 4 മാസമായിട്ടോ. 4 മാസമായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് തന്നെ. ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് 4 മാസം വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ആശയോടുകൂടി ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.